അതായത് സ്കാൻ ചെയ്തതിന് എനിക്ക് യൂട്രസിൽ ആദ്യം ഒരു ഫൈബ്രോയിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്, അതിന് പൊട്ടിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ റെഡ്. അപ്പം എന്നോട് കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പുറത്ത് പോകുമ്പോൾ ആരെ വീഡിയോ. അപ്പം അങ്ങനത്തെ സർജറി ഒരു പേടിയല്ല, മാറി നിൽക്കേണ്ട വരുമ്പോഴത്തെ ഒരു പേടി അതായിരുന്നു ഉണ്ടായിരുന്നേ. നല്ല കുട്ടികളായിട്ട് ഇരിക്കണമെന്ന് പറയാനാ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ, നിങ്ങൾക്കുള്ളതും കൊണ്ടുവരാട്ടാ. അപ്പം നമുക്ക് കുറച്ച് ചീര കൂടുതലൊന്നും അരിയണം. അപ്പം അതായത് എല്ലാവരും നല്ല കൂവണ സൗണ്ടാ. അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പണിസ്ഥലത്തേക്ക് കുറച്ച് കൂടുതൽ ചീര അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അരിയണം. പിന്നെ നമുക്ക് വീട്ടിലേക്കും കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചീര വേണം. അപ്പോൾ നമുക്കത് അരിയാൻ പോവാം കേട്ടോ. നമ്മുടെ ഈ ചീരകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുളച്ചതാണ്. തന്നെ മുളച്ച് വന്നത് നമ്മൾ പറിച്ചേ നട്ടില്ല. അവർ എന്താ പറയുക, വളർന്ന് വന്നോടത്ത് തന്നെ നിന്ന് വളർത്തി. അപ്പോൾ അവരുടെ എന്താ പറയുക, നല്ല സ്ട്രോങ് ഇങ്ങനെ ഇലകൾക്കും തണ്ടുകൾക്കും ഒക്കെ നല്ല കനുണ്ടാവും. ഇപ്പം ഇതൊക്കെ ഇത്ര കനുണ്ടെന്ന് വയ്ക്കുക. പക്ഷേ ഈ ഒരു കനുണ്ടെങ്കിലും കണ്ട നല്ല കൊമ്പ് ജില്ലയായിട്ട് വരിക. ഈ കനുണ്ടെങ്കിലും ഇതൊക്കെ ചള്ളാണ്. ചള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടാവില്ലേ, നമുക്ക് ഫുള്ള് അരിഞ്ഞ് വയ്ക്കാം. അപ്പം ഇത്രയും ചീര മതിയിട്ടാ നമുക്ക്. ഇനി ചീര നേരെ അവിടെ കൊണ്ടുകൊടുത്ത് നമുക്ക് ഇതിന് കുറച്ച് 2 ചീരത്തണ്ട് എടുത്തിട്ട് നമുക്കുള്ള ഒരു തോരനും വെക്കും. ഒപ്പം പൂവും വഴിക്കേ കാണണം നല്ല കടകളുണ്ട്, അതുകൂടി ഞാൻ മുറിച്ചെടുക്കുക. നമ്മൾ ഇന്നാളല്ലേ നമ്മുടെ മുളക് പഴുത്തത് കുറച്ച് പൊട്ടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇന്ന് അവിടെ പോയി വന്നിട്ട് വേണം എനിക്കിതാ മുളകൊക്കെ കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്, അതൊക്കെ പൊട്ടിക്കണം. അവർക്ക് നമ്മളവിടെ പോയി വന്നതിന് ശേഷം ഇട്ടാ. നിത്യവൈദ്യനിക്കും അതേപോലെ തന്നെ പൊട്ടിക്കാറായിട്ടുണ്ട്. അതും വന്നിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. ഇന്ന് കാലത്തൊക്കെ പൊട്ടിക്കാൻ നിന്നാലേ നമുക്ക് എന്താ പറയുക, എത്താനായിട്ട് നേരം വൈകും. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു കൊടുത്ത നമ്മുടെ ചീരയിൽ നിന്നിട്ട് ഒരു ചീരത്തോരൻ, പിന്നെ അതേപോലെ നമ്മുടെ പീച്ചിങ്ങ ഇന്നലെ പൊട്ടിച്ച പീച്ചിങ്ങ ഇരുന്നിരുന്നു. അപ്പോൾ പീച്ചിങ് കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയും പിന്നെ മോര് കാച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. ചീരത്തോരൻ എന്താ റെഡി ആയിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇട്ടിട്ട് കേട്ടോ ചീരത്തോരൻ റെഡിയാക്കി വെക്കണത്. പിന്നെ നാളികേരമൊക്കെ ചെരുക്കിയിട്ട് മോര് കാച്ചാൻ പോവാണ് കേട്ടോ, പച്ചമുളക് ഇട്ടിട്ട്. അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നപ്പോൾ കുറച്ച് പച്ചമുളക് നമ്മളിതാ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കീറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടേ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നീങ്ങി നിൽക്കണം, അല്ലെങ്കിൽ മേലേക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. നമുക്കുണ്ടല്ലോ ഈ മുളക് വറക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആക്കാട്ടാ. അപ്പോൾ അതായത് മുളകും അതൊക്കെ വേഗം പിടിക്കും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ഇതേപോലെ മുളകൊക്കെ ഇടാന്ന് വറുത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ മുളക് വറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റി കൊടുക്കട്ടെ ഒരു പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ മതി. നമ്മളിത് ഇത്തിരിയോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ അതേപോലെ തന്നെ ഒരു 8 ഉലുവ എന്ന് പറയാം കേട്ടോ. അത്രയും കുറവ് ഉലുവ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അത് ഇത്തിരിയോളം ഇഞ്ചി അരിഞ്ഞതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒരു കളറായിട്ട് വരുന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കതിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി. ഇനി നമ്മൾ വറുത്ത് നീക്കി വെച്ച് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കൊക്കെ കൊടുത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് തൈര് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കട്ടൊക്കെ ഉടച്ചെടുത്തിട്ടുള്ളൊരു തൈരാണ്. അത് നമുക്കിതാ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കത്തിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. നമുക്ക് എങ്ങനെയൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റണതായിട്ട് ഇങ്ങനെ ഒരു മോര് കാച്ചിയത്. അപ്പം നോക്കി നമ്മുടെ കറികൾ, ഈ 3 കറികളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. അപ്പോൾ ചീരത്തോരൻ, നമ്മുടെ പീച്ചിങ് കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ മോര് കാച്ചിയത്. പിന്നെ നമ്മുടെ ഈ മോര് കാച്ചിയിൽ പച്ചമുളക് ഇല്ലാതെ ബാക്കിയുള്ള ഐറ്റംസുകൾ മാത്രം ഇട്ടിട്ട് നമുക്ക് മോര് കാച്ചിയിൽ കാട്ടാം. പക്ഷെ പച്ചമുളക് ഇട്ടിട്ട് ചെയ്യുമ്പോൾ എന്നിട്ടെന്നറിയോ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേ ആ മുളക് കടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് ഒന്ന് പോകണം. കാരണം നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീര അരിഞ്ഞിട്ട് കൊടുത്താലേ ഞാൻ പോയിട്ട് വരുന്ന വരെ അവർ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. നമ്മുടെ ചീര അരിയണേക്കാളും മുന്നുണ്ടല്ലോ മണിത്തക്കാളി കാട്ടി തരാം കേട്ടാ. മണിത്തക്കാളി ഞാൻ എപ്പോഴും വിചാരിക്കും മണിത്തക്കാളി കുറച്ച് കൂടുതൽ പഴുത്ത് നിൽക്കുമ്പോൾ കാട്ടി തരണമെന്ന്. കാരണം മണിത്തക്കാളി പഴുത്ത് വരുമ്പോൾ ഈ ഒരു കളറാണ് കണ്ട, ഇങ്ങനത്തെ ഒരു കറുപ്പ് കളർ കണ്ട, ഇതാണ് കളർ. പിന്നെ ഇതാ പച്ച നിറച്ച് മണികളുണ്ട് ഇട്ടതുമേ. അപ്പോൾ മണിത്തക്കാളി കൂടുതൽ എനിക്ക് തോന്നണത് ഞാനൊക്കെ ഇന്ന് കാണുമ്പോൾ വിചാരിക്കുക അതൊന്നും കൂടി നല്ല ഡാർക്ക് വരും ഒന്നും കൂടി. അപ്പോൾ പൊട്ടിച്ചുകൊണ്ട് വന്നിരിക്കും. പക്ഷെ കിളികൾ കൊണ്ടുവന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിളികൾ കൊണ്ടുപോകണ കാരണം നമ്മുടെ പറമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ തൈകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇത് കാട്ടിയെന്നില്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ മുളകിൻ്റെ ഇടയിൽ നോക്കിയ വേറൊരു കട മണിത്തക്കാളി തന്നെ നിറച്ചുണ്ട് കേട്ടോ. ഇവിടേക്ക് നോക്കി നിറച്ചിങ്ങനെ നല്ല ഭംഗിയെ കാണാനായിട്ട്. അപ്പം മണിത്തക്കാളി ഈ പഴുത്ത് വരുമ്പോഴേ ആ വലിപ്പം തന്നെയാണ് നമ്മുടെ കിളിഞ്ഞാവലിൻ്റെയും പഴുക്കുമ്പോൾ അങ്ങനെ തന്നെയാന്നേ. രണ്ടും ഓരോ പോലെ തോന്നും. പക്ഷെ രണ്ട് ടേസ്റ്റാട്ടാ. ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാൻ ഇന്നാളേക്ക് പൊട്ടിക്കൽ കാട്ടിയാന്നല്ലേ. നന്നായി കറുപ്പ് കളറാകുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ച് കഴിക്കാറ്. അതിപ്പോൾ കഴിഞ്ഞു. അപ്പം അങ്ങനെ മണിത്തക്കാളിയും ഇതും, മണിത്തക്കാളി ഫുള്ള് തിന്നാം, ഇതും അതേപോലെ ഫുള്ളും കഴിക്കാം. ഇനി നമ്മുടെ ചീര അരിയാം. ചീര നമുക്ക് കുറച്ച് കൂടുതൽ കതിര് വന്ന് നിൽക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അരിയണില്ല. പിന്നെ നമ്മുടെ നോക്കിയേ അയ്യോ പേര് മറന്നല്ലോ, അമ്പഴങ്ങ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചീര അരിയണത്. ഇവിടെ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിൽക്കണത്. ഒരു കട അരിഞ്ഞാൽ തന്നെ ഒരു ഭാഗം നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ മത്ത പടരുണ്ട്. അതാണ് ഞാൻ നിർത്തിയത്. മത്തേനെ പതുക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തലോടിയും ചെയ്യും. മത്തേമേണെങ്കിൽ നന്നായി കായ ഉണ്ടാവുന്നൊരു മത്തയാ. കേട്ടോ, എല്ലാ ചീരക്കടമയ്ക്കും മത്തയെ വെക്കുക. മത്തയ്ക്കാണെങ്കിലോ കുറേ ഏരിയ വേണമല്ലോ ഉണ്ടാവണം. മത്തയെ കാരണം ഞാൻ അത്രയും സ്ഥലം വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിക്കും. നമ്മുടെ ചാണടിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താ. അപ്പോൾ അത് കാരണം ഈ ഭാഗം അങ്ങനെ കുറേ വൃത്തിയാക്കാനൊന്നും പറ്റില്ല. മത്ത പടർന്നിങ്ങനെ പോകണ്ട അങ്ങോട്ട്. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് ആട്ടാ, നേരെ കോഴികൾക്ക് കൊണ്ടിട്ട് കൊടുക്കട്ടെ.
നമ്മുടെ ചാമ്പേമ്പത്തെ പൂ നോക്കിയേ. ഇപ്പൊ നിറച്ച് പൂവ് എന്താ പറയാ ഉണ്ടാവലും കൊഴിയണും ടൈമാ. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടാ. അതേപോലെ താഴെ നോക്കിയേ നല്ല ഭംഗിയാട്ടാ ഈ പൂ കൊഴിയണ സമയത്ത്. എന്താ പറയാ നമുക്ക് മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോഴേ ഭയങ്കര ഭംഗി തോന്നും. അപ്പൊ അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോ നോക്കിയേ നിറച്ചായിരിക്കും. ഈ പൂവുള്ള പോലെ തന്നെ നിറച്ച് കായ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ കഴിക്കാൻ കിട്ടാറൊന്നുമില്ല കേട്ടാ. കിളികളും അണ്ണാമാരൊക്കെയാണ് കൂടുതലും കൊണ്ടുപോവാ. പക്ഷെ ഈ പൂവ് ഉണ്ടായി നിൽക്കണ പോലെ തന്നെയാണ് കായ് ഉണ്ടായി നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാ. ഇപ്പൊ താഴത്ത് നിൽക്കണതൊക്കെ നമുക്ക് വില കവറൊക്കെ ഇട്ട് നിർത്തിയിട്ട് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. പൂവിന്റെ ഭംഗി തന്നെ കണ്ട എന്ത് രസം എന്നറിയോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കണ പോലത്തെ ഒരു ഇങ്ങനെ കുത്താൻ നിൽക്കണ പോലത്തെ ഭയങ്കര ഭംഗി അതിൻ്റെ പൂവും കാണാനായിട്ട്. ഈ പൂവൊക്കെ തിന്നാനും പറ്റൂട്ടാ. നമ്മുടെ കൺമണിക്കുട്ടിയൊക്കെ ഈ പൂ തിന്നും. അവർക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പ്രത്യേക പുളി രസമൊക്കെയാണ്. അങ്ങനെ ചാമ്പ പൂവുണ്ടായി തുടങ്ങുമ്പോൾ തൊട്ട് ചാമ്പക്കായി ആവണ വരെ നല്ല ഭംഗിയായിരിക്കും ഇതെനിക്ക് നോക്കാനായിട്ട്. കണ്ട അണ്ണാനേക്ക് നോക്കിയപ്പോൾ തേൻ കുടിക്കാൻ വന്നിക്കണേ. കണ്ട അണ്ണാൻ ഓടി ഓടി നടക്കുക ഓരോ പൂമത്തി തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. കാണാൻ പറ്റിയാവോ? എനിക്ക് കണ്ടായിരുന്നു ക്യാമറയിൽ. എങ്ങനെയാണ് അവ പെട്ടവണെന്ന് അറിയില്ല കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ കോഴിമക്കൾ അവിടെ നോക്കിയിട്ടുണ്ടാവും. അവർക്ക് കൊടുത്തിട്ട് വേണം വേഗം പോവാനായിട്ട് എനിക്ക്. അതാ കൊണ്ടുവരണേ. ഞാനേ നിങ്ങൾക്ക് കെട്ടി ഞാത്തിട്ട് തരാട്ടെന്ന്. രണ്ടുപേരുടെയും കോഴിക്കൂട്ടിലേക്ക് നോക്കിയിട്ടുള്ള നിൽപ്പ് നോക്ക്. വാ അമ്മയുടെ കുട്ടികളോട് ഒരു കാര്യം പറയാം. വാ നടക്ക്. ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. വാ വാ അവിടെ ഇരിക്കാം. വാ ഇരുന്നിട്ട് പറയാം. വയ്യോ വയ്യോ അമ്മയുടെ കുട്ടികളോട് ഒരു കാര്യം പറയാം. വാ വാ. ആ നല്ല കുട്ടികളായിട്ട് ഇരിക്കണമെന്ന് പറയാനാ വിളിച്ചേ. അതെന്നെ എൻ്റെ മോൻ്റെ അടുത്ത് മോൻ്റെ പ്ലാറ്റിന് മോൻ. ആ മെസ്സിക്കൂട്ടൻ എല്ലാവരുടെ അടുത്തും പറയാം. മെസ്സിക്കൂട്ടിനെ തൊട്ടു, കല്യാണി കുട്ടീനെ തൊട്ടു, ആ പ്ലാറ്റിന് മോനെ തൊട്ടു, നെയ്മറ മോനെ തൊട്ടു. ആ ശരി മോനെ തൊടത്തേ തൊടത്തേ എല്ലാവരും തൊട്ടു കേട്ടോ. ശരി ശരി. ആ എൻ്റെ മോൻ കുറുമ്പ് കാണിക്കിരിക്കുമോന്ന്. ശരി വാ. നല്ല കുട്ടികളായിട്ട് ഇരുന്നോളൂ കേട്ടാ. കേട്ടാ എന്തിട്ട് പറയല്ലോ പൂവഴാ. കല്യാണിക്കുട്ടിയും ബോട്ടുമോനും ഇനി മറ്റോളം മോനോട് പറയട്ടെ. അവരിക്കണോക്കെ നല്ല തിക്കും തിരക്കൊന്നും കൂട്ടാണ്ട്. ഇവിടെ പൊന്നി
ഒരു പുന്നിയെ ദൈവമുള്ള കുശുമ്പ് കണ്ടവിടെ കല്യാണീരെ ഒരാളെ സ്നേഹിക്കാൻ സമ്മതിക്കില്ല. അത് അവളുടെ സാമർത്ഥ്യം. ശരി ശരി ഓക്കെ. ഇവളിങ്ങനെ ഒരു കുറുമ്പി പെണ്ണ എന്താ ചെയ്യാ കണ്ടോ. മറന്നോണ മോനാണെങ്കിലോ ഇങ്ങനെ ഇടി കൂടി വരുന്നില്ല. അവനെ കണ്ടറിഞ്ഞ് ചെല്ലണം. അവൻ നോക്കിയിരിക്കുന്നു നമ്മുടെ മുഖത്തേക്ക്. കല്യാണി കുട്ടി സുന്ദരി മോള്. അമ്മയുടെ മോളാണ്. നീ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളട്ടെ. ഇവരൊക്കെ നോക്കിയോളട്ടെ. കല്യാണി മോളെ നോക്കിയാ വിഷമിച്ചിരിക്കണേ. ഇവരൊക്കെ നോക്കിയോളട്ടെ. പോരാട്ടാ. നമ്മളെങ്ങനെയും പോവാണെങ്കിൽ എനിക്ക് വേഗം മനസ്സിലാവും. ചൈക്കി. അപ്പം ഞാനിതാ പോവാണ് കേട്ടോ. ആൻ്റേട്ടൻ വന്നു. അപ്പം എന്നോട് കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പുറത്ത് പോകുമ്പോൾ ആരെ വീഡിയോ പിടിച്ച് തരണേന്നുള്ളത്. ആൻ്റേട്ടൻ തന്നെയാണ് എനിക്ക് വീഡിയോ പിടിച്ച് തരണേ കേട്ടാ. ആൻ്റേട്ടാ കഴിഞ്ഞ വട്ടം കമൻറ്റ് വന്നു എനിക്ക് ആരാണ് വീഡിയോ പിടിച്ച് തന്നേന്ന് ചോദിച്ചിട്ട്. ആൻ്റേട്ടൻ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ആൻ്റേട്ടൻ വരുമ്പോൾ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുക. അതാണ് പറയണേ. നമുക്ക് മടക്കം വരുമ്പോൾ കൊടുത്താൽ മതിയില്ലേ ആൻ്റേട്ടാ? നമ്മുടെ രാജി നഴ്സിംഗ് ഹോമിലേക്ക്. അപ്പം ഇവിടെ ഞാൻ രാജലക്ഷ്മി ഡോക്ടറെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നും ഇതേപോലെ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത്. അപ്പോൾ അതേകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുമ്പോഴേ അന്ന് സർജറി കഴിഞ്ഞ് കിടന്നതും അന്ന് ഡിസ്ചാർജ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളും കാണാൻ വേണ്ടത് അതൊക്കെ ഓർമ്മകളൊക്കെയാണ് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് വരണത് തന്നെ കേട്ടാ. വേഗം ഡോക്ടറെ കണ്ട് മടങ്ങാനും പറ്റി. നമ്മൾ ഹോസ്പിറ്റലിൽ പോണ കാരണം ആൻ്റേട്ടന് ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴില്ലേ ബിസ്ക്കറ്റ് കൊണ്ടുവരും. ആൻ്റേട്ടൻ ഒരാളിങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കണേ. അപ്പോൾ പോകേണ്ടത് ഇതേ കാരണം ആൻ്റേട്ടന് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ആൻ്റേട്ടൻ കൊടുക്കുക. കണ്ടോ എല്ലാവരും ഭയങ്കര കെട്ടികളെ ആൻ്റേട്ടൻ്റെ. എല്ലാവർക്കും കൊടുത്തിട്ട് തരട്ടെ പറഞ്ഞോണ്ട് അവർക്കൊക്കെ എത്തണ്ടേ. മേടിച്ചിട്ട് ബസ്സി കൊണ്ട് നോക്കിയേ. അങ്ങനെ കല്യാണി ഏറ്റവും ബാക്കിൽ നിൽക്കുക. അവൾക്ക് കിട്ടിയിട്ടില്ല. എന്നാ കല്യാണി കുട്ടിതാ അങ്ങനെ എൻ്റെ മോൾക്ക് കിട്ടി. എന്നാ മറന്നോണ മോനെ. മറന്നോണ മോൻ നല്ല ഇന്നാ ഫ്ലൈറ്റിന് മോനെന്നാ ഞാനക്ക് കിട്ടാത്ത ബോൾട്ട് മോനെ. ഞാൻ ആൻ്റേട്ടൻ വരുമ്പോൾ അത് കാരണം എന്നിട്ട് ഒരു കുറയ്ക്കൊന്നുമില്ല. ആൻ്റേട്ടൻ വരുമ്പോഴേക്ക് പാലായിട്ട് നിന്ന് തുടങ്ങും. ഇഷ്ടായി. അമ്മ ഇന്ന് ഞാൻ എൻ്റെ ഏട്ടനും കൊണ്ട് പൊക്കോട്ടാ. ഞങ്ങൾക്ക് ഇതേപോലെ ബിസ്ക്കറ്റ് കിട്ടുമല്ലോ എന്ന് പറയണ്ടേ ബസ്സിക്കൂട്ടാ. എൻ്റെ ബസ്സിക്കൂട്ടാ ഇന്നാ ഇവിടെ പൊന്നെ നിക്കടാ. ഇത് ഇവിടെ ഇവിടെ ഒരാളുണ്ട് നോക്കണടാ. അവന് കൊടുക്കട്ടടാ. അതെ. അപ്പൊ ഇന്നും എനിക്ക് വീഡിയോ പിടിച്ചത് നമ്മുടെ ആൻ്റേട്ടൻ തന്നെ കേട്ടാ. കിട്ടിയില്ലേ? ഓ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി വിശേഷം പറയട്ടെ ഞാൻ. അപ്പം അതായത് സ്കാൻ ചെയ്തതിന് എനിക്ക് യൂട്രസിൽ ആദ്യം ഒരു ഫൈബ്രോയിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ രീതിയിൽ കുഴപ്പമില്ലാതെ പറഞ്ഞ ഡോക്ടർ. ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ നമുക്കത് എന്താണെങ്കിൽ അപ്പം നോക്കാമെന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് പോയി വിശേഷം. പക്ഷെ എനിക്ക് പോകുമ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. കാരണം എന്താണെന്നറിയോ, ഇപ്പോഴത്തെ രീതിയിൽ പേടി കൂടുതലുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷൈഡിന് ഇവർക്ക് വേണം. ഞങ്ങൾ 2 പേരും കൂടി ആകുമ്പോഴാണ് ഇവരെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്നൊരു സർജറി പറയുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാറി നിൽക്കേണ്ടി വരിക. അപ്പോഴേക്കും അതൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സർജറിനെയും പേടിയില്ല. കാരണം എനിക്കിതിന് മുന്നേ 2 സർജറി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സർജറിയുടെ പേടിയല്ല, മാറി നിൽക്കേണ്ട വരുമ്പോഴത്തെ ഒരു പേടി അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഇതിൽ നമുക്കും കൂടി ജീവിക്കണമെന്ന ആഗ്രഹം കൂടുതൽ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ വന്നപ്പോൾ. കാരണം അവർക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ആയുസ്സും വേണം ആരോഗ്യം വേണമെന്ന് ചിന്തിച്ച് തുടങ്ങിയത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോഴാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു പേടിയായിരുന്നു എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണ വരി. പക്ഷെ ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ അത് മാത്രമല്ല എല്ലാവരുടെ പ്രാർത്ഥന. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തായി സ്മിത എന്നൊക്കെ ഉള്ളത്. ഡോക്ടറെ പോയി വിവരം പറഞ്ഞാലോ എന്നൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ അതും കൂടി പറയാം ഞാൻ. പ്രസന്ന മേനോൻ ഹായ് പ്രസന്ന ചേച്ചി. റസീന ഹായ് റസീന. ജൂലി ഹായ് ജൂലി. ഇനി എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇനി ഭക്ഷണമായിക്കട്ടെ. ഹലോ ഇവിടെ പൊന്നി. ഇവിടെ മക്കളെ കൂടെ കിടക്കുന്നുണ്ടല്ലോ. നല്ല ചുണ്ടിന് മക്കളായിട്ട് എല്ലാവരും കിടക്കുന്നുണ്ട്.
കല്യാണി കുട്ടിയെ നല്ല മോളായിട്ട് കിടന്നുള്ളൂ കേട്ടാ. നല്ല കുട്ടികളായിട്ടിരുന്നു വരണ വരെ അവര് എല്ലാവരും നല്ല മോനായിട്ട്. ദേ ബോട്ടുമോനോ നെയ്മറ മോനൊക്കെ നല്ല ഉറക്കാണ്. മെസ്സി കൂട്ടം നോക്കിയേ എന്തൊരു സുന്ദരം ഉറക്കം ഉറങ്ങണേന്ന്. നല്ല വിശപ്പുണ്ടേ. ഇന്നാണ് ഇത്തിരി സമയം വൈകി എന്നുവെച്ചാ സ്മിത പോയിട്ട് വരാൻ വേണ്ടിയിരുന്നു. കാലത്തൊക്കെ വെച്ചിട്ടുള്ളതാണിത്, പോണതിന് മുമ്പ് വെച്ചിട്ടുള്ളതാണ്. ഒക്കെ തണുത്തുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ മോര് കറിയൊക്കെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടും ശരിക്കും. ഞാൻ ഷായട്ടോട് എന്നെ നോക്കണ്ട കഴിച്ചോളാൻ പറഞ്ഞതാ. ഷായട്ടൻ ഞാൻ വന്നിട്ട് കഴിക്കോളൂ എന്ന് പറഞ്ഞിട്ടേ ഷായട്ടൻ അതേപോലെ തന്നെ അവിടെ ഇരുന്നു. ഇപ്പൊ 2:30 ആയിട്ടുണ്ട്. കറികളെ പിന്നെ എന്നത്തെ പോലെ അടിപൊളി തന്നെയാണ്. ശരിക്കും ആകെ ഇന്ന് ശരിക്കും ആശുപത്രിയിലേക്ക് പോണ കാരണം ഒരു കറിയൊക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു മതി എന്ന് പറഞ്ഞതാ. രശ്മി ഇത് അങ്ങോട്ട് അത് ആൾക്കൊരു 1-2 തരം വെച്ചിന് ഒരു ത്രില്ലില്ല. അതാണ് അതെ, നമ്മുടെ പച്ചക്കറികൾ ഇരിക്കല്ലേ, അപ്പോൾ അതിങ്ങനെ വെക്കാൻ വെക്കും, എന്തെങ്കിലും വെക്കും. ഇതേപോലെ പച്ചക്കറി കഴിച്ചിട്ട് വരെ നമുക്കിങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നേ. അപ്പം ഇതുകൊണ്ട് കഴിക്കാണ്ടായിട്ട് സ്ഥിതി എന്താവുമെന്ന് ഞാൻ ആലോചിക്കണേ. ഇത് നമ്മുടെ പഴുത്ത് നിൽക്കുന്ന മുളകുണ്ടല്ലോ, അത് പൊട്ടിക്കഴിഞ്ഞ് ഈ മുളക് അതേപോലെ തന്നെ നമ്മുടെ നിത്യവൈദ്യനിങ്ങ, ഇത് രണ്ടും ഉണ്ടല്ലോ 2 ദിവസം കൂടുമ്പോൾ പൊട്ടിക്കണം. നിത്യവൈദ്യനിങ്ങ ചില ദിവസം ഞാൻ എന്ന് പറഞ്ഞ പോലെ പൊട്ടിക്കൂട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളക് നമ്മൾ ഈ ചെടിയുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് പഴുത്തിട്ട് മുളക് ചെടിയുമ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിലേ ചെടി അങ്ങനെ തന്നെ ഉണങ്ങിപ്പോട്ടാ. സൂക്ഷിച്ച് പൊട്ടിക്കണം, നടക്കുമ്പോഴും സൂക്ഷിച്ച് നടക്കണം. കാരണം ഇവരുടെ ചില്ലകളൊക്കെ തൊടുമ്പിക്കൊടിയേ. നമ്മളെ ഉണക്കി പൊടിപ്പിക്കാനാണ് ഈ മുളക്. അപ്പം അത് കാരണമാണ് നമ്മൾ നന്നായിട്ട് പഴുക്കണ വരെ നിർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കിതിൽ നോക്കിയിട്ട് ചെറുതായിട്ടൊരു കളർ മാറുന്നതൊക്കെ പൊട്ടിച്ചെടുക്കാം. പക്ഷെ അത് മുളക് ഉണങ്ങി വരുമ്പോഴേ ആ കളർ ചിലപ്പോൾ നല്ല റെഡ് കളറിൽ കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തത് മാത്രമാണ് നമ്മൾ പൊട്ടിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ 2 ദിവസം കൂടുമ്പോൾ മുളക് പൊട്ടിക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇങ്ങനത്തെ ഈ കളറുള്ളതൊന്നും നമ്മൾ പൊട്ടിക്കില്ല, ഈ കളറായതൊന്നും പൊട്ടിക്കില്ല. ഇതേപോലെ നല്ല കളർ വന്നിട്ടുള്ളത് മാത്രം പൊട്ടിച്ചെടുക്കുള്ളൂ. നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു മുളക് ഇട്ട് നമ്മുടെ ഭാസ്കര മുളക്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പണ്ടായിരുന്നു ഭാസ്കര മുളക് ഇത് ആരാണ് ഇങ്ങനത്തെ പേരിട്ടേന്ന്. പക്ഷെ എനിക്ക് കമൻറ്റ് വന്നു, അതായത് സൂര്യനെ നോക്കി നിൽക്കുന്ന മുളക്, അതുകൊണ്ടാണ് ഭാസ്കര മുളക് എന്നുള്ള പേരുന്നത്. കാരണം ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേരെന്നുള്ളത് കേട്ടോ. അങ്ങനെ അതറിയാൻ പറ്റി. താങ്ക് യു എനിക്ക് പറഞ്ഞു തന്നതിന്. ഇനി നമ്മുടെ നിത്യവൈദ്യം കൂടി പൊട്ടിക്കാം. അയ്യോ ചില്ലൊടിഞ്ഞു പോന്നു.
നല്ല ഭംഗിയുണ്ടല്ലേ, റെഡും പച്ചയും കൂടിയിട്ട് മുറത്തിലിരിക്കുന്ന കാണുമ്പോൾ തന്നെ. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ അംബ്രൂസും അതുപോലെ ടൈസനും പിന്നെ പേളിക്കുട്ടി പിന്നെ എപ്പോഴും ഉള്ളതല്ലേ. ഷായട്ടിനെ അവിടെ പന്തലിട്ടുണ്ട്. ഞാനപ്പോഴേ അവിടുത്തെ കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ ഒരു പന്തല് നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു ഷായിട്ട് പടവലങ്ങ കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പന്തല് ഇത്രയുണ്ടല്ലേ ഷായിട്ടാ. രണ്ടുപേരും കൂടി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പന്തലൊക്കെ ഇടാൻ വേഗം കഴിയും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കുറേ സമയം പിടിക്കും. ഞാനും കൂടി നല്ലൊരു രസം തുടക്കം നമുക്ക് ഇങ്ങനെ പന്തലിടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു. പിന്നെ അതിങ്ങനെ വലിച്ച് നല്ല രസം അടയണ പോലെ ഇങ്ങനെ ഇടാൻ പറ്റുമായിരുന്നു. അതിടാ ഞാൻ. പക്ഷെ അതിന് മുന്നില്ലേ ഷായിട്ടാ, ഈ പന്തല് മുഴുവനാക്കാൻ നിൽക്കാം ഞാനും കൂടി. അപ്പൊ ഞാൻ ഇവിടുത്തെ പുല്ല് വലിക്കുമ്പോഴേ നമ്മുടെ ചേമ്പെന്ന് പറിക്കുന്നുണ്ടാ. പറിക്കാം, ഞാൻ ഇത് കഴിഞ്ഞാൽ പറിച്ചു തരാം. അപ്പൊ ഞാനും കൂടി ഇത് കെട്ടാ തന്നാലോ. ഇന്നലെ ഞാൻ വന്നിട്ട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ക്യാരറ്റിൻ്റെ തടത്തിലെത്തി, അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തടത്തിലെത്തി, രണ്ടിന് പകുതി വരെ പുല്ല് വലിച്ചെത്തിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന പോലെ അങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് കണ്ട ഇവിടെ വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ മുഴുവനാക്കണം. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഷായിട്ടിൻ്റെ കൂടെ പന്തലും കൂടി കെട്ടാ തന്നാലേ അത് ഒരുമിച്ച് കഴിയും. അപ്പോൾ ചേമ്പ് കൂടി പറിക്കണം. അന്ന് നമ്മൾ ചേമ്പ് പറിച്ചിട്ട് കുറച്ച് ഭാഗം എടുക്കല്ലേ, അപ്പോൾ അത് മുഴുവൻ പറിച്ചെടുക്കാം. ചേരട് എവിടെ ഷായിട്ട് ബാക്കിയുള്ളത്? അവിടെയാ? അല്ല ഇത് കഴിച്ചോ? ആ പന്തലിട്ടാ മതി. നീ മതിയാ? ഷായിട്ട് തന്നെ ഇട്ടോ. അപ്പൊ ഇത് വലിക്കല്ലേ? കഴിച്ചോ. ഈ ചാലിലത്തേക്ക് ഇങ്ങനെ ചെത്തും. നമ്മുടെ ഈ കുഞ്ഞു കൈക്കോട്ടുണ്ട് പതുക്കെ ചെത്തിയിട്ട് നീക്കാൻ പറ്റും. തടത്തിൽ നട്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ വലിക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഇതൊക്കെ കൈ കൊണ്ട് തന്നെ വലിക്കണം, ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്നിട്ടെന്നറിയോ, ഞാൻ പറയാറില്ലേ, രണ്ടു ദിവസം കൂടുമ്പോൾ നമുക്ക് പുല്ല് വലിക്കാണ്ടാവും. ഇപ്പോൾ ഈ കുഞ്ഞു പുല്ലുകളുണ്ട്, ഇതൊന്നും നമുക്ക് കൈ കൊണ്ട് കിട്ടില്ല. ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത് മാത്രമാണ് വലിക്കേ. അപ്പോൾ എന്നും നമുക്ക് വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ എന്നും പുല്ല് വലിക്കലുണ്ടാവും. Teresa, hindi. ടൈസും കൂട്ടിന് ചില സമയത്ത് ഒരു സ്വഭാവമുണ്ട്, ആൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഉരിയാണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ആളിങ്ങോട്ട് വരും കണ്ട, കൈ നമ്മളെ പൊക്കും തന്നെ. അവൻ്റെ അടുത്ത് ഊരിയാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സമയമുള്ള സമയത്ത് ഉഴിഞ്ഞു കൊടുക്കണം. അതല്ലേ ആളിങ്ങനെ മുട്ടി വരും. എൻ്റെ കൈയോടെ വെച്ചുട്ടാ കണ്ട ടൈസ. എനിക്ക് പണിയുണ്ട് ടൈസും കൂട്ടാ. ടൈസും കൂട്ട് ഇവിടെ ഇരിക്കട്ടാ, പുല്ലൊക്കെ വലിച്ച് കഴിയിട്ടേട്ടാ. എന്നിട്ട് ടൈസും കൂട്ടിൽ ഉരിയാട്ടാ. അപ്പോൾ നമ്മുടെ ഈ തരത്തിലത്തെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ആ ഒരു സൈഡ്. എൻ്റെ മോൻ അവിടെ ഇരുന്നോ? ഞാൻ പോണില്ല.
ഞാൻ പോണില്ല ടൈസും കൂട്ടി അവിടെ ഇരുന്നോട്ടെ. പേളിക്കുട്ടി കാണണ്ട. പേളിക്കുട്ടി ഇതാ മാവിൻ്റെ കടക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശരി ശരി ഇരുന്നോട്ടാ. ടൈസിനൊന്നും ആദ്യം ഇങ്ങനെ വരില്ലായിരുന്നു. അവന് വെയ്യല്ലോ. ഇടയ്ക്ക് എന്താ പറയുക, നമ്മളിവിടെ എത്തി ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിയും ആൾ പതുക്കെ അവിടെ നടന്ന് ഇവിടെ എത്താനായിട്ട്. വരണ്ടാന്ന് പറയാവുന്നത് ഞാൻ ടൈസും കൂട്ടം കാണാണ്ട് ഇങ്ങോട്ട് വരുള്ളൂ. കാരണം അവന് വെയ്യ. അപ്പോൾ പിന്നെ അവനെ കൊണ്ടുവരണ്ടാന്ന് വെച്ചിട്ടേ. പക്ഷെ അവന് ചില ദിവസം അവന് വന്നേ പറ്റൂ. ഒഴിയണം. എൻ്റെ പണി ചുറ്റിടാ. വെറുതെ ഇരിക്കുമ്പോൾ ഒഴിഞ്ഞു തരാം കേട്ടാ. കണ്ടോ സമ്മതിക്കില്ല. അത് കാരണം ഞാൻ ആവുന്നത് പോലെ തൊടിയില്ല. തൊട്ടാ പെട്ടു ആള്. പിന്നെ നമ്മുടെ പണി മുഴുവൻ ചുറ്റിക്ക്. ചെറിയ പുല്ലങ്കടകളെ കടയ്ക്ക് വന്നത് വലിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. തൊടുമ്പിക്ക് നമ്മുടെ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ കടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോരെ. ഇനി കുഞ്ഞീതുകളുണ്ട ഇതൊന്നും നമുക്കിപ്പോൾ പറിക്കാൻ പറ്റില്ല. അപ്പം അത് കണ്ട പൊട്ടിരിക്കും വേര്. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞത് എപ്പോഴും കുറേ വട്ടയിൽ ഞാൻ പറയണോ 2 ദിവസം എന്ന്. ഇപ്പം ഇതാ നോക്കിയേ, കാണുമ്പോൾ വലിയ പുല്ലുണ്ടായിരുന്ന വലിച്ചു വരുമ്പോൾ കണ്ട ഇത്രയും പുല്ല്. ഇത് സ്ഥിരട്ടാ. ഇപ്പം ഇവിടുത്തെ ഇത് കഴിയുമ്പോഴേക്ക് അപ്പുറത്ത് നട്ടിട്ടുള്ള അതുമ്പത്തെ പറിക്കാറാവും. അങ്ങനെ ദിവസം ഉണ്ടാവും പുല്ല് പറിക്കാൻ. ഇത് നമ്മുടെ പന്തൽപ്പണി. ഷായിട്ടത് അവിടെ എനിക്ക് പന്തലിടാൻ വേണ്ടിയിട്ട് മറ്റേ ഷായിട്ടിൻ്റെ ഇവിടുത്തെ പന്തലുണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് പന്തലിടാനുള്ള സ്ഥലം ഷായിട്ട് ശരിയാക്കുന്നുണ്ട്. ഞാൻ ഇടുമ്പോൾ അപ്പം നമ്മുടെ ഈ പന്തലെന്ന് പറയുന്നത് നമ്മുടെ മുളക്കാല് കുഴിച്ചിട്ടുള്ള പന്തലായിട്ട് നമ്മൾ ഇത് ശരിയാക്കണത്. കാര്യം കുറേ നമ്മുടെ എന്താ പറയുക നിത്യവൈദ്യനിയുടെ തൈകൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വലിയൊരു പന്തലിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ ആദ്യത്തെ ആ ഒരു വരി കയറ് കെട്ടിത്തരിച്ചായിട്ട് നല്ല ബലത്തിൽ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ എനിക്കിങ്ങനെ വലിച്ച് കെട്ടിയാൽ മതിയല്ലോ. നേരെയല്ലേ അത്? ആ നേരെയാ. നമ്മുടെ മാവൊക്കെ നന്നായി പൂത്തിട്ടുണ്ട് കേട്ടാ. കത്തി ആ ഞാൻ കൊണ്ടുവരാം കത്തി. ഞാൻ നിനക്ക് കുറത്ത് കെട്ടിയല്ലോ. ഒരളവിൻ്റെ കുറച്ച് മുറിച്ചിടാം. ഒന്ന് ജസ്റ്റ് സൈഡിൽ പിടിച്ചേ. അപ്പോൾ എനിക്കൊരളവ് കിട്ടിയില്ലേ. ആ ഇവിടെ കിട്ടണ ചുറ്റിയാക്കണ്ട ഇത്തിരി ബാക്കി വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ അളവിന് കുറച്ച് മുറിക്കല്ലേ. ഇവിടെ ഞാൻ നീളം കുറവാകുമെന്ന് തോന്നിയതാട്ടോ ഷൈട്ടാ. പക്ഷേ നീളം കൂടുതലാ. ഇനി അടുത്തത് മുറിക്കുമ്പോഴേ ഇത്തിരി നീളം കുറവില്ല മുറിക്കാം. ഇവിടുന്ന് കെട്ടിയ പോരെ.
തെളി പേളിക്കുട്ടിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കളക്കിനോടത്തിരിക്കാനാണല്ലോ ഇഷ്ടം. അതിന് പടവന്നിരിക്കണേ മണ്ണളിക്ക് എടുക്കുമ്പോഴേക്ക്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇരുട്ടായിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് നേരം കൂടുതൽ സമയം നിന്നത് തന്നെയാണ്. കാരണം കാണുമ്പോൾ നല്ല ഇരുട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഷായേട്ടൻ്റെ അവിടെ ചേമ്പ് കളിക്കുന്നത് കണ്ടു വേണ്ട ഷായിട്ടാ കാണ്ട് കൊറേണ്ണ കളവുള്ള. അപ്പോൾ എൻ്റെ ഈ ഒരു ചരട് കൂടി കെട്ടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ വെച്ചിട്ട് ഞാനേ എന്നിട്ട് പിന്നെ ഷായിട്ടിൻ്റെ അടുത്ത് പോയിട്ട് വേഗം ആ ചേമ്പ് ഉള്ളത് ഇന്ന് കൊണ്ടുപോകണം. ഷായിട്ട് ചേമ്പ് പറിച്ചത് കാണാല്ലേ. അതെ എന്നെ കഴിഞ്ഞു. അയ്യോ ചരടിൻ്റെ അടുത്തുണ്ട് നീളം കുറവ്. എന്തായാലും ഞാൻ നിർത്തിയിട്ടാ ഷായിട്ടിൻ്റെ അടുത്തേക്ക്. ചേമ്പ് കുറേ കിട്ടിയിട്ടുണ്ട്. നോക്കിയേ ദേ കൂടുതൽ അവിടെ അല്ലേ. ദേ ഇവിടെ നോക്കിയേ കണ്ടാണ് ആ ഇരുട്ടത്ത് ചെറിയ വെളിച്ചുണ്ടാവും കണ്ട. പിന്നെ ഇവിടെ ഷായിട്ടതാ ചേമ്പാ. അതോ നല്ല മണി ചേമ്പുകള് കള കൊണ്ടിട്ടില്ലേ അത്. ആ കണ്ണു കാണാണ്ട് ടൈസും കുട്ട നിനക്ക് കാണാണ്ടാടാ ടൈസ. കുട്ടിപ്പട്ടാളത്തിൻ്റെ കുറെ കേട്ടപ്പോൾ നമ്മുടെ പേലിക്കുട്ടി ഒറ്റോട്ടോടി അവിടെ ഇവിടെ ഇരിക്കുകയും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഓടും. കഴിഞ്ഞു ടൈസ നമ്മൾ പൂവ നിർത്താട്ടാ. നാളെ കൊണ്ടുപോകാൻ കണ്ണാണില്ലേ. അപ്പൊ നിർത്തല്ലേ പേളി ഓടിയൊന്നും ഇവിടെ. അയ്യടാ നോക്കി വരണേ. അവൾക്ക് നമ്മുടെ അടുത്ത് ഇരിക്കണം, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം. അത് പ്രത്യേകിച്ച് അവിടുത്തെ ഒരു കുറെ കേട്ട കഥച്ചു പോയി അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ട് വരണല്ലോ. സമാധാനം ഉണ്ടാവില്ല അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേ. പിന്നെ നമ്മൾ ഇത്തിരി കൂടുതൽ ഇരുട്ടാവാൻ നിന്നത് എന്തുകൊണ്ടാണെങ്കിലേ നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇന്ന ദിവസം ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാട്ടെ നമ്മൾ. അപ്പം ഇന്ന് അങ്ങ് പുറത്തേക്കൊക്കെ പോയപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ വിചാരിച്ചതും കൂടി ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒരുവിധം എത്തിച്ചിട്ടുണ്ടല്ലേ ഷായിട്ടാ. ഒരുവിധം നമ്മൾ വിചാരിച്ചത് എത്തിയിട്ടുണ്ട്. ഇത് പറക്കി കൊണ്ടുപോയി നടന്നില്ല എന്നുള്ളത്. അത് നേരം വെളുത്തിട്ട് ഇനി. അപ്പോൾ ടൈസും കുട്ടൻ അവിടെ ഇരുന്നു, പേളിക്കുട്ടി ഇത് അവിടെയും പോയി കിടന്നു. പൂവണ്ട നമുക്ക് പോവാ, മെല്ലെ നടക്കാം. അപ്പം നിർത്തല്ലേ നമുക്ക് പോവല്ലേ. അപ്പം അടുത്ത ദിവസം അടുത്ത വെടിയായിട്ട് കാണാം കേട്ടോ. ഇവിടെ ടൈസും കൂട്ടൻ ടൈസും കൂട്ടത്തിൽ നടന്നു പൊക്കോ.